ടേസ്റ്റൊക്കെ ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, സ്റ്റാർ നെറ്റ് പ്ലസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഉനൈസ് അഹമ്മദ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫുഡ് റിലേറ്റഡ് വീഡിയോ തന്നെയാണ്. അതായത് തലശ്ശേരി കോഴിക്കറിക്കൂട്ട്. എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, ഒരു ചിക്കൻ കറി വെക്കാൻ നല്ലൊരു കിടിലൻ ഐറ്റം വന്നിട്ടുണ്ട്, വന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ ഞാൻ ഈ മസാല പാക്കറ്റ് വാങ്ങി അത് വെച്ച് ഒരു കുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ പാക്കറ്റിലുണ്ട്. തലശ്ശേരി കോഴിക്കറിക്കൂട്ട് എന്ന പേരിൽ കിട്ടുന്ന മസാലപ്പൊടി. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുക്ക് ചെയ്യുക. ഞാൻ കുക്ക് ചെയ്തു. ചെയ്തതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ കുക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാവും. ഏതായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് തലശ്ശേരി ചിക്കൻ കറി വെക്കുന്നത് ഒന്ന് കണ്ടാലോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തലശ്ശേരി ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി തലശ്ശേരി കോഴിക്കറിക്കൂട്ടാണ്. നിങ്ങൾ കാണുന്നില്ലേ, തലശ്ശേരി കോഴിക്കറിക്കൂട്ട് വെച്ച് ഒരു തലശ്ശേരി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിപ്പോൾ ചേർക്കേണ്ടി വരുന്നത് ആകെ തക്കാളി മാത്രമാണ്. തക്കാളി, ഇച്ചിരി എണ്ണ, അതുപോലെ ഉപ്പ്, വെള്ളം, ചെറിയ ഉള്ളിയും പുതിന ഇലയും അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും. ഇതൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നേ ഉള്ളൂ. ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ഏതായാലും ഈ പാക്കറ്റ് നമുക്കിട്ട് പൊട്ടിച്ച് നോക്കാം. പാക്കറ്റിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്. ഈ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ നമ്മൾ കിട്ടുന്നത് സിൽവർ പാക്കറ്റ്, മസാല അടങ്ങിയ ഒരു പാക്കറ്റ്. മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, എല്ലാ പൊടികളും നമ്മൾ സാധാരണ കോഴിക്കറിക്ക് വെക്കുമ്പം എന്തൊക്കെ മസാലയാണ് ചേർക്കുന്നത് അവരൊരു പാക്കറ്റ് രൂപത്തിലാക്കി നമുക്ക് തരുന്നതാണ്. ഇതിന് വെറും 45 രൂപയേ ഉള്ളൂ കേട്ടോ മാർക്കറ്റിൽ. എല്ലാവരും പരീക്ഷിച്ച് നോക്കാം. നല്ല മണമൊക്കെ വരുന്നു ഈ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ. അതുകൂടാതെ അതിനകത്ത് കാണുന്നത് നീരുള്ളി, ഇഞ്ചി, നല്ല കഴുകി ഉണക്കി വാട്ടിയെടുത്തത്, ഇതൊക്കെയുള്ള ആ പാക്കറ്റിനടിയിൽ പിന്നെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്. അതെ, ഇതിലൊക്കെ നല്ല വറുത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എണ്ണയിലിട്ട് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഒരുപാട് സമയമൊന്നും വാട്ടേണ്ട ആവശ്യമില്ല. തീ ലോ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അല്പം ഒന്ന് ചട്ടിയിലിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇത് കരിഞ്ഞു പോകാത്ത പ്രത്യേകം ശ്രദ്ധിക്കണം. ഇച്ചിരി തീ കൂട്ടി വെച്ചാൽ ഒരു പക്ഷേ കരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റൊക്കെ മാറും. കരിഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. ഉള്ളിയും ഇഞ്ചിയൊക്കെ വെള്ളുള്ളിയൊക്കെ വറുത്ത ഒരു പാക്കറ്റ് ഉണ്ട്, അത് ഇടുക. 1/2 മിനിറ്റ് മതി. അതിനുശേഷം തക്കാളി, 2 തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കഴുകി വെച്ച 1.5 കിലോ ചിക്കൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പാക്കറ്റിൽ തന്നെ കാണുന്ന സിൽവർ കളർ പാക്കറ്റ് ഉണ്ടല്ലോ, അത് പൊട്ടിച്ച് അതിലിടും. ഈ മസാല കൂട്ട് മുഖ്യമാണ് ഇതിൽ. അപ്പോൾ ഇത് അതിനുശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യുക. ഉപ്പും വെള്ളം ചേർക്കേണ്ടത് ഇപ്പോഴാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. അര ലിറ്റർ വെള്ളം ഒഴിക്കുക. അതായത് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് നേരം മൂടി വേവിക്കുക. ഈ 10 മിനിറ്റ് വേവിക്കുന്നതിനിടയിൽ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ വളരെ നല്ലത്. ഓക്കെ, ആ ഒരു 15 മിനിറ്റ് ആകും ഈ കോഴി വെന്തിരിക്കും. ആ പുകയൊക്കെ വരുന്ന സമയത്തൊന്ന് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാം മണം വരുന്നുണ്ടോ? മസാലയൊക്കെ പിടിച്ച് മിക്സ് ചെയ്തിട്ട് എന്താ മണം എന്നറിയാം. തലശ്ശേരിയിൽ ഹോട്ടലിൽ പോയി കഴിച്ച് നോക്കുക അറിയാം. ആ മിക്സ് ചെയ്തതിനു ശേഷം വീണ്ടും അത് മൂടി ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചതിന് ശേഷം, ഇച്ചിരി വേവ് കുറവുണ്ട്, 5 മിനിറ്റ് കൂടി വേവിച്ചതിന് ശേഷം വീണ്ടും തുറന്ന് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയും ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഉള്ളി ഞാൻ ഇട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ മറന്നുപോയതാണ്. തലശ്ശേരി കോഴിക്കറി കൂട്ട് കൊണ്ടുള്ള തലശ്ശേരി ചിക്കൻ കറി റെഡിയായി. നമുക്ക് ഇനി സർവ് ചെയ്യാം. അപ്പോൾ ഞാൻ 2-3 പാത്രത്തിലൊക്കെ വിളമ്പുന്നത് കാണും. ഒരു 1/4 മണിക്കൂർ മൂടി തന്നെ വെക്കുക. ആ മസാലയൊക്കെ ശരിക്കും പിടിച്ച മണമൊക്കെ പിടിച്ച് അതിനുശേഷം സർവ് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക. 45 രൂപയ്ക്ക് കിട്ടുന്ന തലശ്ശേരി കോഴിക്കറി കൂട്ട് കൊണ്ട് വെറും തക്കാളി ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള ഒരു തലശ്ശേരി ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ പത്തിരിയും അതുപോലെ നെയ്പ്പത്തിരിയും, കാസർഗോട്ടെ നെയ്പ്പത്തൽ എന്ന് പറയും, അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, അവനാണ് എൻ്റെ കൂടെ ടേസ്റ്റ് നോക്കുന്നത്. പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, ഇത് ബാച്ചിലേഴ്സിന് തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു തലശ്ശേരി ചിക്കൻ കറിയാണ്. ഇത് ഖാദറാണ്, എൻ്റെ ഫാമിലി ഫ്രണ്ട്. ഏത് ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നുള്ള? ആൻറ്റി ഗോൾഡ്. ആൻറ്റിക്ക് ഗോൾഡിൽ വർക്ക് ചെയ്യുന്ന. ഞാൻ വെച്ച തലശ്ശേരി ചിക്കൻ കറിയാണ്. കൂട്ടിയിട്ടൊന്ന് ടേസ്റ്റ് വരണം. ഓക്കെ, വാ ഞാൻ ഇപ്പോൾ തരും തലശ്ശേരി ചിക്കൻ കറി. ടേസ്റ്റ് നോക്കാം. ഓക്കെ, തലശ്ശേരി ചിക്കൻ കറി. എന്തോ പത്തിരി തന്നാ ടേസ്റ്റ് ഉണ്ടോ? നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എരിവ് കുറവാണ്. എരിവില്ല, ടേസ്റ്റ് ഉണ്ട്. ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നല്ല മസാല. നല്ലൊരു മസാലൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ആ തലശ്ശേരി ചിക്കൻ കൂട്ട് കറി മസാല കൂട്ട് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റാർ പ്ലസിൻ്റെ ബ്ലോഗുമായി വരുന്നത് വരെ ബായ്.